guys, welcome back to VTalks. Guys, ഇന്നത്തെ വീഡിയോ ജിയോ ഗെസ് ചാലഞ്ച് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കാണില്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മെയിൻ കാര്യം നോക്കുകയാണെങ്കിൽ guys, ഇന്നത്തെ വീഡിയോ നമ്മൾ ഉള്ളി നമ്മുടെ ഈ ഒരു ഐപാഡിലായിരിക്കും നമ്മൾ കളിക്കുന്നത്. ഓക്കെ, ഡോം അങ്ങനെ പറയാൻ പറയാം. ഓക്കെ, ഐപാഡിലായിരിക്കും നമ്മൾ ഈ ഫുള്ളി കളിക്കാൻ പോകുന്നത്. കാരണം ഇതിലാണ് നമ്മുടെ ഗെയിം ഇരിക്കുന്നത്, നമ്മുടെ ജിയോ ഗെസർ ഇരിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു ചാലഞ്ചിൽ നമ്മൾ ടീമായിട്ടായിരിക്കും മത്സരിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടും ഞങ്ങൾ രണ്ടും അങ്ങനെ നിങ്ങൾ ടീമിൽ കാണുമല്ലോ. അപ്പൊ നിങ്ങൾ ഒറ്റക്കൊറ്റക്കാണ് കളിക്കുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും അവിടെ എല്ലാ രാജ്യങ്ങളും ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. നമ്മുടെ ഇന്ത്യ അവിടെ ഉണ്ട് ഗൈസ്. ഒക്കെ ഇന്ത്യ. അപ്പൊ എന്തായാലും നമ്മുടെ കളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഒരു ടീമാണ് കളിക്കുന്നത്. ആ ടീമിന് ഒരു ഇത്ര മിനിറ്റ് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഒരു പ്ലേസ് കണ്ടുപിടിക്കുക, ആ ഒരു കൺട്രി കണ്ടുപിടിക്കുന്ന ഒരു ചാലഞ്ച് ആണ് ഗൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ഒരു രാജ്യത്തെ ഒരു പ്ലേസ് ഉണ്ടാവും. ആ പ്ലേസിലെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഏത് രാജ്യമാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് സംഭവം. പറഞ്ഞില്ലല്ലോ, നിനക്ക് പറയാൻ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി എന്തായാലും ഞങ്ങള് കളിച്ചോടി മനസ്സിലാക്കി. അതെ, സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കളി എങ്ങനെയാണെന്ന് മനസ്സിലാവും. തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ഫസ്റ്റ് റൗണ്ട്. ഫസ്റ്റ് റൗണ്ട് ഗൈസ്, അപ്പൊ നമ്മുടെ കൊമ്പര ടീമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയണല്ലേ? അല്ല, നിനക്കല്ല അറിയാന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടാ, ഓക്കെ. സോ യുവർ ടൈം സ്റ്റാർട്ട്. ഓക്കെ, 2 മിനിറ്റ് സമയമാണ് ഉള്ളത്. കളി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഫുൾ റിയൽ ആയിട്ടുള്ള മാപ്പാണ് ഇവിടെ കാണിക്കുക കേട്ടോ. റിയൽ ആയിട്ടുള്ള മാപ്പ് കാണിക്കുക. ഇവിടെയുള്ള സ്ഥലങ്ങള്, കടകള്, ഷോപ്പുകള്, അതുപോലെ മാർക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് ആ ഒരു കൺട്രിന്റെ പേരാണ് പറയേണ്ടത് കേട്ടോ. കൺട്രിന്റെ പേരാ പറയേണ്ടത്. കണ്ടോ, മനസ്സിലായോ? സംഭവം മനസ്സിലായോ? സംഭവം ഇത് കിടിലോ. അത് ലോകത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പേരാണ്, നമുക്ക് ആക്ച്വലി ആൻസർ കിട്ടി. കാരണം നമ്മുടെ ടീമിൽ ലോക വിവരമുള്ള ഒരാളുണ്ട്. എനിക്ക് ഇന്ത്യയിലെ വിവരങ്ങൾ മാത്രമല്ല, ലോക വിവരം അറിയില്ല. എനിക്ക് ലോക വിവരം അറിയാം, എനിക്ക് ഇന്ത്യ വിവരം അറിയാം. ഇന്ത്യയിലെ പുറത്തുള്ള വിവരങ്ങൾ നമ്പർ പ്ലേറ്റ് ഇല്ല. കാരണം നമ്പർ പ്ലേറ്റ് ബ്ലർ ചെയ്തിട്ട് നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതില് പൊട്ടന്മാരെ വിശ്വസിച്ചോളുക. 69 എവിടെ ഉടുമ്പൻചോലയെന്ന്. ഈസ്റ്റ് വെസ്റ്റ്. അപ്പൊ ഇത് ചൈന, ഇത് നേപ്പാൾ. അല്ല, ചൈനയുടെ ഗെയിംസ് ഉണ്ടോ? എല്ലായിടത്തും കഴിച്ചില്ലേ? അത് KPS. അത് ആ ഡിഷിന്റെ ഇതാ ബ്രോ. 11 സെക്കൻഡേ ഉള്ളൂ. റോഡ്. പിന്നെ ചൈനയാണോ? ചൈന. ഈ മാപ്പിൽ ക്ലിക്ക് ചെയ്യണം. ചൈനയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണത്? ചൈന. ഇതിനകത്തോടെ ചൈന കിടക്കണം. ചൈന നോമിനേറ്റഡ്. ചൈന മെയിൻലാൻഡ്. ചൈന ക്ലിക്ക് ചെയ്ത് ഇനി ഓക്കെ, ആരോ മാർക്കിൽ കൊടുക്കുക. അതെ അതെ. ലെവൽ യു ഡി നോട്ട് റീച്ച് 3000 പോയിന്റോ ഗൈസ്. അപ്പോ എന്തായാലും ചൈന തന്നെയാണ്. പക്ഷെ ചൈനന്റെ ഷെൻസെൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഗൈസ്. മൂലക്കുള്ളത് 1764 കിലോമീറ്റർ അപ്പുറത്താണ് നിങ്ങൾ മാർക്ക് ചെയ്തത് ഗൈസ്. ഇപ്പോൾ താഴെ കാണാൻ പറ്റുന്നത് 1274 പോയിന്റ് ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ ഗൈസ്. അപ്പൊ ഇനി നമ്മുടെ ചാൻസ് ആണ്. ഇപ്പൊ കളി എങ്ങനെ നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി പ്ലേ അഗൈൻ. ഐശ്വര്യ ചാർലിനെ പിടിച്ചോ. ഇത് മറ്റേ മറൈൻഡ്രൈവല്ലേ? അയ്യോ, ഈ സ്ഥലം നമുക്ക് ഫ്രണ്ടിലോട്ട് എങ്ങനെ പോകാൻ പറ്റൂലേ? ഇത് മറ്റേ സ്ഥലം. എടാ, ഇത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലുള്ള കുറെ നാടുകളുണ്ട്. മറ്റേ ചൈന ഭാഷ ചൈന എന്ന് പറയരുത്. ഇത് നമ്മള് ഇച്ചിരി കഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. വണ്ടിയുടെ കോല കണ്ടാല് ഇവിടെ എന്തൊരു ബോർഡ് ഉണ്ടോ? ഇപ്പഴത്തെ ഒരു ബോർഡ് ഉണ്ട്. പൊളിച്ച് പോണേ. ഇത് ഫ്രാൻസ്. ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ ഏത് മൂലൊക്കെയാണോ കിടക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാം? എടാ, നമുക്ക് വേറെ മിനി സബ് സ്ഥലത്തിന് പല പേരുണ്ടോ? അപ്പൊ മാപ്പിൽ നോക്കി കണ്ടുപിടിച്ചാൽ മതി. മാമേലെ ഷോപ്പ് ഇവിടെ മൊത്തം കാടാണല്ലോ. ഇത് ഫ്രാൻസിൽ മൊത്തം കാടാ. ടോക്കിയോ വേറെ. അത് ടോക്കിയോ ഫ്രാൻസിലല്ലോ. അല്ല, ജപ്പാൻ. ഇത് ഫ്രാൻസ് ആണ്. പക്ഷേ മിനി കൂപ്പർ. ക്ലൗഡ്. ഒരു മനുഷ്യൻ ചാർലി ചേട്ടൻ നടന്നേ.
ഫ്രാൻസ് കൊടുക്കും. ഫ്രാൻസിന്റെ അവിടെ എവിടെ നിൽക്ക്. 10 സെക്കൻഡ് ഉള്ളൂ. കൊടുക്ക്. അമേരിക്കൻ സെന്റർ എന്താ? 9 8 7 6 3 2 1 ഫ്രാൻസ് പഠിച്ചില്ലേ പോയി. ഫ്രാൻസ് ബ്രോ, ഫ്രാൻസ് അപ്പം അനുസരിച്ച് സമയം വേണം. അവിടെ നിൽക്കാം. ഫ്രാൻസിന്റെ അവിടെ നിൽക്കാം. ഫ്രാൻസിന്റെ വേറെ എവിടെയൊക്കെ ഫ്രാൻസിൽ നിൽക്കണ്ട, വേറെ എവിടെയൊക്കെ ഐ മീൻ ഫ്രാൻസിന്റെ ചുറ്റുപാടുള്ള എവിടെയൊക്കെ പാരീസിലോട്ട് ബെൽജിയത്തിൽ കൊണ്ട് നിൽക്കും. വെള്ളം ഇനി ഇത് കൊടുക്ക് മോനെ. ഇത് നമ്മൾ അടിച്ച് ഇത് പോയിന്റ് അടിച്ച് യു ആർ വിന്നർ. ഏറെക്കുറെ 3748. ഞാൻ പറഞ്ഞില്ലേ ഇത്ര സ്കോറാ? നിങ്ങൾ എത്ര കിലോമീറ്റർ 300. കൺട്രിയാണ്, അതുകൊണ്ട് ചൈനയുടെ ഒരുമാതിരി വലിയ കൺട്രി, അത് അത്രയും കിലോമീറ്റർ ഡിഫറൻസ് വന്നത്. 3748 സ്കോറാ കിട്ടിയിട്ടുള്ളത്. സത്യം കേട്ടാ, ഇപ്പൊ ഫ്രാൻസ് അതുപോലും അറിയത്തില്ല. ഇവിടെ കൊമ്പനും എഡ്വിൻ BCBയുടെ ടൈമാണ്. ലെറ്റ്സ് ഗോ. ഹാർഡ് ലെവലാട്ടോ. ഹാർഡ് ലെവലാ, നിങ്ങൾ സിമ്പിൾ ലെവലാണ്. അപ്പൊ മാർക്ക് കുറക്കട്ടോ ബ്രോ. ഇത് ഇന്ത്യ. ബാക്കത്ത് വീട് നോക്കണം. ബാക്കിലൊരു വീടുണ്ട്. കൊമ്പോ നോക്കിയോക്കാ. ബോർഡ് ഉണ്ടെങ്കിൽ നിർത്ത്. എവിടെ? അമേരിക്കയാണ് അത്ര. ഇത് വേറെ വല്ല രാജ്യമാവണം. എന്താ കൊമ്പ തീർന്ന് കേട്ടാ. അവിടെ പോള നടക്കുന്നത്. പോയി കേരള അത്ര മോഡൽ പിടിക്കും മനസ്സിനെ. പിന്നെ പിടിക്കാനായിട്ട് അപ്പൊ നമുക്ക് ബാക്കി നോക്കണ്ടേ? എന്ത് റോഡിലെ ബോർഡ് പോലും ഇല്ലല്ലോ ഇതില്. ഒരു തേങ്ങയില്ലടെ ഇവിടെ. ഞങ്ങൾ ഏതോ ഒരു മരുഭൂമിയിൽ കൊണ്ടിട്ടു. ഇങ്ങനെ പക്ഷെ അടിപൊളി വീടുകളുണ്ട് കേട്ടോ, ഫ്ലാറ്റുകൾ. പാവം കേട്ടോ, ഏതൊരു പിച്ചക്കാരൻ. അത് ഫോർ സെയിൽ. ആ വീടിന്റെ പേരാ. വിൽക്കാൻ പറ്റില്ല, ഓണറിന്റെ പേരാ. ആ വീടിന്റെ പേരാ. എത്ര രൂപ വരും? അതല്ലടാ ഞാൻ നോക്കിയത്. ഇങ്ങനത്തെ പേരൊന്നും ഇംഗ്ലീഷ് സമയം പേരെന്താ? ജർമ്മനി അല്ലായിരിക്കും തോന്നുന്നു. അമേരിക്ക അല്ലേ? അല്ല അമേരിക്ക എന്നല്ല ആദ്യം ഡയലോഗ് അടിച്ച്. എനിക്ക് വരും. അമേരിക്ക ജർമ്മനിയോട്. ഏത് കയ്യും മൂക്കിലിട്ട് ജർമ്മനി. നേരെ നെതർലാൻഡിൽ കൊണ്ടുപോയി കുത്തണം. ബെർലിൻ ആയിരിക്കും കേട്ടോ നമ്മൾ എടുത്തത്. അത് എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്ക. 9415 കിലോമീറ്റർ ആണ് ഡിഫറൻസ്. അമേരിക്കയും ജർമ്മനിയും ഒക്കെ. അപ്പൊ ഈ റൗണ്ടില് അവര് സ്കോർ 3. അതായത് ജർമ്മനിയും സൗത്ത് ആഫ്രിക്ക തമ്മിൽ വളരെ അടുത്തായതുകൊണ്ട് 3 സ്കോർ. എല്ലാത്ത തലവേദന. ഗൈസ്, അപ്പൊ ഇനി നമ്മൾ കളിക്കാൻ പറ്റുന്ന ചാർലി കണ്ടോ, ഇവർക്കൊക്കെ ആണെങ്കിൽ ഈ അടുത്ത് കിട്ടും. റഷ്യ വന്നു. റഷ്യൻ ലാംഗ്വേജ്. ഫ്രണ്ടിലോട്ട് ബോർഡിലുണ്ടോ? നമ്മക്കാണെങ്കിൽ ബോർഡ് ഫ്രണ്ടിലോട്ട് എങ്ങനെ പോകുന്നത്? ബാങ്ക് ഇരുന്നിട്ട് റഷ്യാണോ ഉസ്ബെക്കിസ്ഥാനാണോ? ഇത് ഫ്രണ്ടിലോട്ട് പോണ ഓപ്ഷൻ കാണിക്കുന്നില്ലടാ. ഫ്രണ്ടിലേക്ക് പോണ ഓപ്ഷൻ ഇല്ലല്ലോ. വേറെ വഴിയൊന്നും ഇല്ല ഇതിനകത്ത്. ഇവിടെ ബ്ലോക്കാ. അപ്പുറത്തോട്ട് വണ്ടികളെ നടക്കുന്നത്, അതുകൊണ്ടാണ് പോകാൻ പറ്റത്. കുറെ ബോർഡ് കൊടുത്തല്ലോ, അതുകൊണ്ട് മുന്നേ അമ്മമാർക്ക് പോകാനുള്ള സ്ഥലമൊന്നുമില്ല. ഇത്രയും ബോർഡ് കണ്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ടർക്കിന്റെ കൊടി. ഇനി നമ്മൾ അടിച്ചോളാം. ഓക്കെ, ടർക്കി. നമുക്ക് 29 സെക്കൻഡ് ബാക്കി ഇരിക്കാൻ നമ്മൾ മാപ്പിലോട്ട് പോയി കഴിച്ചു. ടർക്കി നമുക്ക് കണ്ടുപിടിക്കാം. ടർക്കി എവിടെയാണ് മോനെ? ഓക്കെ, അങ്ങനെ കിട്ടി. അങ്ങനെ സ്ഥലത്തിന് പേരുണ്ടല്ലോ. കൊടി എത്ര കിലോ? അമേസിംഗ് മറിയുടെ എക്സലന്റ് വരണം. ഓ, വലിയ ഡിഫറൻസ് ഇല്ല. 7 കിലോമീറ്റർ 8 കിലോമീറ്റർ. അമേസിംഗ്. ടർക്കി അല്ലേ? അതല്ല ബ്രോ, ടർക്കി അല്ലേ? 4969 പോയിന്റ് ആണ് ഗൈസ് ഉള്ളത്. അതായത് ഞങ്ങള് പോയിന്റ് ചെയ്തതും കറക്റ്റ് പ്ലേസും തമ്മിൽ 8 കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ. അല്ലെങ്കിൽ ഈ ക്രൂ ഒക്കെ ഇങ്ങനെ നമുക്ക് മാത്രം ഇത് ആണല്ലേ? സത്യം. ഗെയിം ഉണ്ടാക്കിയാലും ഒരു തെറ്റും ചെയ്തില്ല. ഇന്ത്യ ഇതോ പൊളി. ഇപ്പൊ മനസ്സിലായല്ലോ ഇവരങ്ങനെ തോക്കണേ എന്നുള്ളത്. പാവ ക്രൂവിനെ പറയുന്നു.
എടാ ഇത് ഞാനിവിടെ കണ്ടാ കണ്ടിട്ടുണ്ടോ എന്നാന്ന് പറഞ്ഞു ക്രൂ പറഞ്ഞു കൊടുക്കുന്നു ഗൈസ്. എടാ ഇത് എനിക്ക് മനസ്സിലായ ഡോഗ് ബാക്കിൽ നിന്നിട്ട് ഓരോ ആക്ഷൻസ് കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എഡിറ്റർ കട്ട് ചെയ്യരുത് കേട്ടോ, എഡിറ്റർ കട്ട് ചെയ്യരുത്. ഈ കൊമ്പനെ കഴിവില്ല എന്നാണ് ഡോം പറയുന്നത്. അവിടെ തീർന്നു കേട്ടോ. ഇത് UK അടിക്കടാ. അല്ലടാ ഇത് വേറെ ഏതാ ഭാഷയാടാ? എന്താടാ നമ്പർ എടുത്തിട്ട് വിളിക്കാനാണോ? വിളിച്ചു ചോദിച്ചാൽ ഇന്റർനാഷണൽ കോൾ ഉണ്ടോ? ഇന്റർനാഷണൽ കോൾ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്ക്. CCTV ഉണ്ട്. ഇത് ജർമ്മനിയാ. ഇങ്ങനെ എല്ലാ ജർമ്മനിയാണ്, ജർമ്മനി മാത്രം കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇംഗ്ലീഷ് അല്ല ജർമ്മനിയിലുള്ള, മനസ്സിലായില്ലേ? ഇവിടെ അതിന്റെ താലൂക്കിന്റെ ഇത് വരും. ജർമ്മനി ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ട്, അതാവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോ അവൻ പറഞ്ഞതായിരിക്കും, ഏതെങ്കിലും ഒന്നാവാൻ ചാൻസ് ഉണ്ട്. ഹലോ ബർഗർ കിങ് ഉള്ള എവിടെയാണ്? ഫോറൻ മാളിലുണ്ടോ? അർജന്റീന. എവിടെ ഇത് കാണിച്ചടാ, നമ്മളൊന്ന് കാണണ്ടാ. ബ്രാൻഡുള്ള സ്ഥലങ്ങൾ അതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോട്ടിക് അൾട്രാ അർജന്റീന ആയിരിക്കും. നീ പോണാ നമ്മള് ഇതിനകത്ത് അർജന്റീനയിൽ തൊലി ബോന്ന് കൂട്ടിയിട്ട് ഒരു സാധനം ബോൺസായി. ഇത് ഞാൻ പറഞ്ഞ കൺട്രി എങ്ങനെ ആവണം കിള്ളിയായിരിക്കും. പക്ഷെ അർജന്റീന അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. നേരത്തെ കണ്ട സാധനം അർജന്റീന ഉണ്ടല്ലേ, അവിടെ അങ്ങനത്തെ ലാംഗ്വേജ് ശരിയാണ്. ചിലപ്പോ അർജന്റീന ആവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. നീ പോടാന്ന് ഉച്ചർക്കാം. ഇവര് സമയം കഴിഞ്ഞ് പെട്ടെന്ന് ഇതിപ്പോ അർജന്റീന മൊത്തം അരിച്ച് പെറുക്കാണല്ലോ ഇവര്. ആ ഇത് തന്നെ കുത്താ. അത് കുത്തണോ? അത് കുത്തണം. പോയി. ഓക്കെ ഗൈസ്, അപ്പോ ഫൈനലി അമേസിംഗ് അടിച്ചിട്ട് 148 കിലോമീറ്റർ ഡിഫറൻസ് ആണ് ഗൈസ്. ഓക്കെ, മാർക്ക് ചെയ്തതും കറക്റ്റ് പ്ലേസും തമ്മിൽ ഡിഫറൻസ്. ഓക്കെ, സ്കോർ നോക്കുകയാണെങ്കിൽ 4448 സ്കോർ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. വരുന്നുണ്ട് മക്കളെ. എന്താണ് ബ്രോ ഇപ്പൊ ഹാപ്പി ആയോ? ബ്രോ ഹാപ്പി ആയോ? ആ അത് മതി, ബ്രോ ഹാപ്പി ആയി മതി ഗൈസ്. ഓക്കെ, എന്തായാലും ബ്രോ ഹാപ്പി ആയി. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് കളിക്കാൻ വേണ്ടി പോകുന്നത് ലെവൽ 8 ആണുള്ളത്. അയ്യോ അയ്യോ, ഇത് മറ്റേ ചൈനയല്ലേ? ഇത് മറ്റേ ചൈനയല്ലേ? ജപ്പാനാണോ ഇത്? സ്ഥലത്തിന്റെ പേര് നമുക്ക് തോന്നുന്നത് ബോർഡ് മറ്റേ ബോർഡ്. ഇതെനിക്ക് അറിയാം, പക്ഷെ സ്ഥലം അല്ലല്ല, അത് കടന്നു വരാം ഇത് നോക്കട്ടെ പറ്റി. ഇത് ഏത് രാജ്യത്താ? എടാ എനിക്ക് അറിയത്തില്ല സ്ഥലം എനിക്ക് മനസ്സിലായി. എടാ നീ തെക്കി വിട്ടാ. നിങ്ങൾ അവിടുന്ന് പോകുക എങ്ങോട്ടാ? എടാ അതാണ് അതിന് മെയിൻ പോയിന്റ്. ഇവിടെ പോയിട്ട് കാര്യമില്ല. ട്രിപ്പ് അടിക്കുക. ലോക്കൽ പോലീസിനെ എഴുതിയേക്കുന്നു. എടാ അതാണ് അതിന്റെ ക്ലൂ. പക്ഷെ അത് അവിടെ പറയുമ്പോ അത് ഏത് ഇത്ര കിട്ടിയില്ല നിങ്ങൾക്ക്? അതായത് ബിൽഡിങ്ങിന്റെ പേര് പറയണം. എടാ ആ ബിൽഡിംഗ് മനസ്സിലായി, അത് ഏത് രാജ്യത്ത്? എനിക്കറിയത്തില്ല. രാജദ്വീപ് ചോദിച്ചാൽ നമ്മൾ പറയാം ഇല്ലിക്കൊക്കെ അല്ല അത്. സമയം തീർന്ന്. അയ്യോ അതെ, സമയം തീർന്നിട്ട് ഇപ്പൊ തീർന്നുള്ളൂ. മാപ്പിട് ഇനിയില്ല. മാപ്പിട്. എടാ എന്നാലും അത് ഏത് രാജ്യത്തേത്? എടാ നല്ല കണ്ടുപരിച്ചിട്ട സാധനം അതായിരിക്കത്തില്ല ചിലപ്പോ മിക്കവാറും. എടാ പക്ഷെ ഞാൻ വിചാരിച്ചത് ഫ്രാൻസ് അല്ലല്ലേ? നോക്കട്ടെ, എന്തായാലും ഗസ് അടിച്ച കാഴ്ച നമ്മള് റോമാണ് കാഴ്ച കൊടുത്തില്ല. പക്ഷേ അമേസിംഗ് ആണ്. അതായത് രാജ്യമാണ്, പക്ഷെ ഇറ്റലിയാണ് രാജ്യം. നമ്മൾ അവിടെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ കഫയാണെന്ന് പോലെ. ഞാൻ ആരാ പറഞ്ഞത്? എന്താ മോനെ അത് കഫയുടെ പേരാണ് ഇങ്ങനെ പറഞ്ഞത്. ഏത് കഫന്റെ പേരാന്ന് പറഞ്ഞാ അതിനെന്ത്? ഇത് പോയിന്റ് എത്ര നോക്ക്, പോയിന്റ് എത്ര? 4380. നമ്മുടെ ലാസ്റ്റ് റൗണ്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അവർക്കൊരു ചാൻസ്, നമുക്കൊരു ചാൻസ്. ഓക്കെ, അതോടെ ഈ ചാലഞ്ച് അവസാനിക്കും. ഇത് അങ്ങനെ വരൂ. ലാസ്റ്റ് റൗണ്ട് ആയത് അങ്ങനെ വരൂ. ഇത് എന്ത് ശോകാണത്? അത് ശോകം എന്ന് പറഞ്ഞിട്ട് ഇത് ഏതാ ബിൽഡിങ്? കുത്തമ്പീനാറോ? കുത്തമ്പീനാറാ? ആഗ്ര എവിടെ? ആഗ്രഹം കാണും. താജ്മഹലുടെ ഇത് അങ്ങനെയാണ്. ഡൽഹി എവിടെയാണ് കണ്ടുപിടിച്ചത്? ആക്രിയെന്ന് ഡൽഹി എവിടെയാണ് ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ അറിയത്തില്ല നിൽക്കുന്നു. ഡൽഹി ഏറ്റവും കണ്ടുപിടിക്കട്ടെ. കാശ്മീർ ആഗ്ര. എടാ, നീ ഇവിടെ പോകണ്ട.
ചെയ്യട്ടെ പോട്ട് ഡൽഹിയിൽ zoom ചെയ്യാൻ സ്ഥലമില്ല. ആ സ്ഥലം ഡൽഹിയാണ്. കിലോമീറ്റർ അവിടെ നിന്ന്. പോട്ട് ആഗ്രഹം നമ്മൾ എടാ ഇതിനൊക്കെ ശരിക്കും സമയം കൊടുക്കണം എത്ര നേരം തപ്പുന്നു 52 സെക്കൻഡ് ഇനിയുണ്ട്. ഇത്ര ഈസി സാധനം ഇങ്ങനെ തപ്പുന്ന കാണുമ്പോ guys, ശരിയല്ല. ആഗ്രഹം നമുക്ക് അടുത്തത് മറ്റേ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? ചാർലി ചേട്ടൻ നിക്കുന്നത് ഡൽഹി ന്യൂ ഡൽഹിയിൽ കൊടു എവിടെയെങ്കിലും കൊടു എന്തായാലും അവിടെ കിടത്തന്നെ ഉണ്ടാവും. എടാ എന്തായാലും ഇന്ത്യയിലാണ്. ഇന്ത്യ മൊത്തം എത്ര കിലോമീറ്ററാ? 2000 കിലോമീറ്റർ ഉള്ളൂ. ആണോ? കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് 2000 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് പോയിന്റ് കിട്ടും. 2000-3000 പോയിന്റ് കിട്ടും. പിന്നെ മിനിമം ഒരു 10,000 പോയിന്റ് എടുക്കണം. ഡൽഹി കുത്തി എന്തായാലും പോയിട്ടുണ്ട്. ആ ഗെയിമിലാകട്ടോ 5000 പോയിന്റ് ആണോ? കുത്തിയില്ലടാ ഇനി കൊടുറാ. ഓക്കെ വെയിറ്റ് 6000 പോയിന്റ്. 150 കിലോമീറ്റർ. അമേസിംഗ്. എത്ര പോയിന്റാ? 4569 പോയിന്റ് ആണ് ഗൈസ്. ഫൈനലി നിങ്ങൾ ഈ സൂം ഇത്രയും ചെയ്യണ്ട. അവിടെ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഗൈസ് ഇനി നമ്മള് കളിക്കാൻ വേണ്ടി പോകുന്നു. വിടറാ ഇത് പൊളിക്കും. ഇത് ഈസിയാണ്. പോയിക്കോ. ഇത് ഈസിയാണ്. ഒറ്റയടിക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ഇതെന്ത് വരാത്ത വരും അത്ര വേണം. ആ ഏതൊരു പെങ്കൊച്ച് നിൽക്കുന്നുണ്ട് അവിടെ. അവർക്ക് ചോദിച്ചു അയ്യോ ഒരു കടി. ഇത് ചൈന ചൈനയാണോ ഇന്ത്യയാണോ ഈ കൊടി? അയ്യോ കേരള കേരള അത് മെഴുകു പ്രതിമ. അത് ഏതാണ് മനസ്സിലായില്ലല്ലോ ഏത് കൊടിയാന്ന്. അയ്യോ അറിയത്തില്ല. അത് മെഴുകു പ്രതിമ. നീ പറ ഏത് കൊടിയാന്ന് നീ പറ. അത് എടാ അത് ലണ്ടന്റെ കൊടി. നീ പറഞ്ഞിട്ടോ. ഇത് നോക്കി നമുക്ക് കാര്യം ചെയ്യാം. ഇത് ജപ്പാൻ. നമുക്ക് മറ്റേ മെയിൻ ഏതെങ്കിലും സ്ഥലം കൊടുത്താൽ മതി. എവിടെ ഇതിൽ രാജ്യം എവിടെ? അത് മനസ്സിലായി. രാജ്യം ഏതാണെന്നറിയോ? രാജ്യം ഏതാണെന്ന് പറ ആദ്യമേ. ലാസ് വിഗാസില് മെയിൻ സ്ഥലങ്ങളിലെ മെയിൻ ഏതോ സ്ഥലത്തിലുള്ള കേട്ടോ. അതെ അതെ. കേട്ട് പരിചയമുള്ള സ്ഥലം നോക്കിയാൽ ചിക്കാഗോ അല്ല. ഇവിടെ ഈ ഭാഗത്തൊക്കെ അവന് ചാൻസ് ഉണ്ടാവും. അങ്ങനെ പോലെ അരുവി എടുത്തു കൂടെ കാനഡ നിങ്ങൾക്ക് 2-3 ഇടയിലും കൂടി കാനഡ ഞാൻ കുത്തട്ടെ. ഇനിയിപ്പോ ലാസ് വിഗാസിലൊക്കെ ആണെങ്കിലും സീല കൊടു കുഴപ്പമില്ല. ഓക്കെ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും അത് തന്നെ. ന്യൂയോർക്ക്. എത്ര ഡിഫറൻസ് ഉണ്ട്? ന്യൂയോർക്കിലായിരുന്നു ആക്ച്വലി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കൊടുത്തത്. അപ്പൊ എത്ര പോയിന്റ് ആണ്? 688 പോയിന്റ്. എന്തായാലും US-ലായിരുന്നു. പക്ഷെ നമുക്ക് ന്യൂയോർക്കിലാണോ ലാസ് വേഗാസിലാണോ മറ്റേ വാഷിംഗ്ടണിലാണോ തിരിച്ചറിഞ്ഞില്ല ഗൈസ്. ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമിന് ടോട്ടൽ എത്ര പോയിന്റ് കിട്ടിയെന്നാണ് ഗൈസ്. അപ്പൊ എന്തായാലും KMC കോമിന്റെ ടീമിന് ടോട്ടൽ എത്ര പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളത്? 18,535 പോയിന്റ് ആണ് ഗൈസ്. ഓക്കെ KMC കോമിന്റെ ടീമിന്. ഇനി നമ്മുടെ ടീമിന് എത്ര പോയിന്റ് കിട്ടി? 19,026 പോയിന്റ്. സത്യം ഞാനേ ഈ ആപ്പ് ഉണ്ടാക്കിയതും ഗ്രൂവ. ഇപ്പൊ ഞങ്ങൾ 1000 ഡിഫറൻസ് കൊണ്ടുവന്നതും ഗ്രൂവ. ഞങ്ങൾ സൈലൻസ് പാലിക്കാം. നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ ജയിപ്പിക്കുക. പറയാൻ അത് പറയാനുള്ളൂ. നിങ്ങള് വലിയ നിങ്ങള് ക്രൂവും നിങ്ങളൊക്കെ ഒരു ടീമല്ലേ. നമ്മളെങ്ങനെ ജയിക്കാൻ? എന്തായാലും ഇവിടെ 18,000 സംതിങ് പോയിന്റും ഇവിടെ 19,000 പോയിന്റ് സംതിങ് ഗൈസ്. അപ്പൊ എന്തായാലും ഫുൾ ക്രെഡിറ്റ് നമ്മൾ ചാർലിക്കാണ് ഈ പോയിന്റില്. എന്തായാലും ഗൈസ് ഓക്കെ കഴിവില്ലാത്തോണ്ടായിരിക്കും 15,000 പോയിന്റ്. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നേക്കാൾ വരെ